ഇന്ന് സൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സൊല്യൂഷൻ ചാപ്റ്ററിലെ സൊല്യൂബിലിറ്റി എന്നുള്ള പോർഷനാണ് പഠിക്കുന്നത്. 2.3 കണ്ടോ, സൊല്യൂബിലിറ്റി. അപ്പോൾ എന്താണ് സൊല്യൂബിലിറ്റി? സൊല്യൂബിലിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിൽ എത്ര മാക്സിമം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യാൻ കഴിയും എന്ന ആ കഴിവിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ് ആസ് വെൽ ആസ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും നേച്ചറിനെയും മാത്രമല്ല ടെമ്പറേച്ചറിനെയും പ്രഷറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഫക്റ്റ് ഓഫ് ദീസ് ഫാക്ടർ ഇൻ സൊല്യൂഷൻ, അതായത് ടെമ്പറേച്ചറും പ്രഷറും നേച്ചറും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു സൊല്യൂഷനിൽ, എങ്ങനെ സൊല്യൂഡിൻ്റെയും ഗ്യാസസിൻ്റെയും ലിക്വിഡിലുള്ള എങ്ങനെയാണ് സൊല്യൂബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡ്. സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ എ ലിക്വിഡിൽ പറയുന്നത് എല്ലാ സോളിഡും എല്ലാ ലിക്വിഡിലും ഡിസോൾവ് ചെയ്യില്ല. നമുക്കറിയാം പഞ്ചസാര ലായനി, ഷുഗർ സൊല്യൂഷൻ, അതുപോലെ ഉപ്പ് ലായനി, സാൾട്ട് സൊല്യൂഷൻ, സോഡിയം ക്ലോറൈഡ് ആണ് സാൾട്ട്, ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ ഗ്ലൂക്കോസൊക്കെ. അവ വാട്ടറിൽ ലയിക്കും, പക്ഷെ ബെൻസീനിൽ ലയിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നാഫ്തലിനും ആന്ത്രസീനും വെള്ളത്തിൽ ലയിക്കില്ല, പക്ഷെ ബെൻസീനിൽ ലയിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം, എല്ലാ വസ്തുക്കളും എല്ലാ സൊല്യൂട്ടും എല്ലാ സോൾവെൻറ്റിനും ലയിക്കില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പാരാമീറ്റർ? പാരാമീറ്റർ മറ്റൊന്നുമല്ല, പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെൻസിൽ ലയിക്കും. അതുപോലെ നോൺ പോളാർ സൊല്യൂട്ട് നോൺ പോളാർ സോൾവെൻറ്റിലാണ് ലയിക്കുക. അപ്പോൾ അതായത് ഇതിൻ്റെ കാര്യത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക്. അപ്പോൾ ഇതിൻ്റെ കാരണം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ്, സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻസ് സിമിലർ ആയിരിക്കണം. അതാണ് അതിന് കാരണം. ഇനി പറയുന്നത്, ഒരു സോളിഡ് സൊല്യൂട്ട് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യും അല്ലേ? അപ്പോൾ എന്താവും? കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവും. അങ്ങനെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആവുമ്പോൾ അതിന് പറയുന്ന പ്രോസസ്സാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. എന്താണ് ഡിസൊല്യൂഷൻ? അപ്പോൾ ഈ ഡിസോൾവ് ആയ സൊല്യൂട്ട് പാർട്ടിക്കിൾസും ഡിസോൾവ് ആവാത്ത സോളിഡ് സൊല്യൂട്ട് പാർട്ടിക്കിൾസും തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ക്രിസ്റ്റൽ ഫോമിൽ ആ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? ഈ ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും കുറേ കഴിയുമ്പോൾ സെയിം റേറ്റിലാവും. അതിനെയാണ് നമ്മൾ പറയുക ഇക്വിലിബ്രിയം എന്ന്, അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഗോയിങ് ഇൻ ടു ദ സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റിംഗ് ഔട്ട്. സൊല്യൂഷൻ ഉള്ളിലേക്ക് പോകുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളും സൊല്യൂട്ട് വെളിയിലേക്ക് സെപ്പറേറ്റഡ് ആവുന്ന സൊല്യൂട്ട് പാർട്ടിക്കിളും ഈക്വൽ ആവുമ്പോൾ അവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നു, ഒരു ചലിക്കുന്ന ഇക്വിലിബ്രിയം ഫോം ചെയ്യുന്നു. അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ് ഗിവ്സ് സൊല്യൂഷൻ. ഇനി at this stage the concentration of solute in solution, ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം സമയത്ത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു ഗിവൺ കണ്ടീഷനിലാണ് അത് കോൺസ്റ്റൻ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സിൽ ഗ്യാസസ് ആർ ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ് സോൾ. ഈ സിമിലർ പ്രോസസ്സാണ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജൻ വെള്ളത്തിൽ ലയിക്കുന്നത് ഒരു ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം ഫോം ചെയ്തു പറഞ്ഞില്ലേ, അതാണ് ആ ഇക്വിലിബ്രിയം എത്തി എന്ന് പറയുന്നതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ആ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ആ ഇക്വിലിബ്രിയത്തിൽ കൂടുതൽ സൊല്യൂട്ടിനെ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ കഴിയില്ല അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സൊല്യൂഷനിലേക്ക്. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂരിത ലായനി എന്നാണ് മലയാളത്തിൽ പറയുക. അത് നമ്മൾ മലയാളം മീഡിയം കുട്ടികളിൽ അതുപോലെ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും. എന്താണ് പൂരിത ലായനി, എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? നമ്മൾ ഒരു വെള്ളം എടുക്കുക, ഒരു വെള്ളം
ഒരു ബീക്കറിൽ വെള്ളം എടുക്കുമ്പോൾ അതിൽ സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ സൊല്യൂട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സെർട്ടൈൻ കോൺസെൻട്രേഷൻ എത്തുമ്പോൾ പിന്നെ കൂടുതൽ ഇട്ടാലും അത് ലയിക്കില്ല അല്ലേ. അപ്പോൾ ആ കണ്ടീഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കണ്ടീഷൻ, അതായത് എത്ര സൊല്യൂട്ട് ഇട്ടാലും ലയിക്കും എന്നുള്ള കണ്ടീഷൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഇത്തിരി കൂടെ ലയിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ചൂടാക്കിയാൽ ലയിക്കില്ലെന്ന് ചിലർ ചോദിക്കും. അതെ, ചൂടാക്കിയാൽ ലയിക്കും. അങ്ങനെ സോളിഡാണ് കേട്ടോ ഞാൻ പറയുന്നത്. സോൾട്ടൊക്കെ ചൂടാക്കുമ്പോൾ ലയിക്കും. അങ്ങനെ എല്ലാ സബ്സ്റ്റൻസും ചൂടാക്കി ലയിക്കുക ചോദിച്ചാൽ ഇല്ല, ചില സബ്സ്റ്റൻസ് ചൂടാക്കി ലയിക്കും. അപ്പോൾ അല്ലെങ്കിൽ ചിലതിന് ചൂട് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസ് എപ്പോഴാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലാണ്. അത് നിങ്ങൾക്ക് താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടില്ല എന്നേലും. അപ്പോൾ നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ ഈ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ സൊല്യൂഷൻ അൺഡിസോൾവ്ഡ് സൊല്യൂട്ടുമായിട്ട് ഒരു ഇക്വിലിബ്രിയം വരുമല്ലോ, അപ്പോൾ അതാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഉണ്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ സച്ച് എ സൊല്യൂഷൻ, ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനുള്ള സൊല്യൂട്ടിൻ ഡിസോൾവ് ആയ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷനാണ് സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ സൊല്യൂബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് 3 പാരാമീറ്ററാണ്. ഒന്ന് നേച്ചർ, പിന്നെ ഒന്ന് ടെമ്പറേച്ചറും പ്രഷറും. ഇനി ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ solubility of solid in a liquid is significantly affected by temperature changes. ഇത് ശരിക്കും ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിനെ അനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നത് ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം. അതായത് നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എൻഡോതെർമിക് ആണെങ്കിൽ ചൂട് കൂട്ടി വെച്ചാലായിരിക്കും ഡിസോൾവ് ചെയ്യുക, സൊല്യൂബിലിറ്റി കൂടുക. എക്സോതെർമിക് റിയാക്ഷനിൽ ചൂട് കുറയ്ക്കുമ്പോഴാണ് സൊല്യൂബിലിറ്റി കൂടുക. എന്താണ് എൻഡോതെർമിക് റിയാക്ഷൻ? ഹീറ്റ് ആഡ് ചെയ്യുന്ന റിയാക്ഷനാണ് എൻഡോതെർമിക് റിയാക്ഷൻ. ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ. എ പ്ലസ് ബി പ്ലസ് ഹീറ്റ് ഗിവ്സ് സി ആണെങ്കിൽ അത് എൻഡോതെർമിക് റിയാക്ഷൻ. എ പ്ലസ് ബി ഗിവ്സ് സി പ്ലസ് ഹീറ്റ് ആണെങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി പ്രഷറിൻ്റെ എഫക്റ്റ് നോക്കാം. പ്രഷറിന് സോളിഡ്സിൻ്റെ സൊല്യൂബിലിറ്റി കുറിച്ച് ഒരു സിഗ്നിഫിക്കൻ്റ് എഫക്റ്റും ഇല്ല. സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സിൽ പ്രഷറിന് ഒരു എഫക്റ്റും ഇല്ല. കാരണം സോളിഡ്സും ലിക്വിഡ്സും ഹൈലി ഇൻകംപ്രസിബിൾ ആണ്, അതിനെ കംപ്രസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ദേ ആർ അൺഎഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ പ്രഷർ. ഇനി സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ആണെങ്കിലോ, ഗ്യാസ് ഇൻ എ ലിക്വിഡ്, നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നമ്മൾ അപ്ലൈ പറഞ്ഞു, ഗ്യാസസ് വെള്ളത്തിൽ ലയിക്കുന്നതിന് ഉദാഹരണമാണ് ഓക്സിജൻ വെള്ളത്തിൽ ലയിക്കുന്നത്. അക്വാട്ടിക് ലൈഫ്, അതായത് ഓഷ്യനിലും അതുപോലെ പോൺസിലും റിവേഴ്സിലൊക്കെ നമ്മൾ ഫിഷസൊക്കെ കാണുന്നുണ്ട്. അത് പ്രാണവായുവായ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. ആ ശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്സിജൻ വെള്ളത്തിൽ ലയിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഓക്സിജൻ വെള്ളത്തിൽ ലയിക്കും. അതുപോലെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഈസ് ഹൈലി സോല്യൂബിൾ ഇൻ വാട്ടർ. അപ്പോൾ സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് പ്രഷറിനെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്, എഫക്റ്റഡ് ആണ്. കാരണം പ്രഷറിന് എഫക്റ്റ് ആവാൻ കാരണം ഗ്യാസസ് ഹൈലി കംപ്രസിബിളാണ്, കംപ്രസ് ചെയ്യാൻ കഴിയുന്നവയാണ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റിയെ കുറിച്ച് നോക്കാം. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. അത് കാണിക്കുന്ന ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, എ ആൻഡ് ബി. ഇതിൽ താഴെയുള്ളത് സൊല്യൂഷനാണ്, മേലെയുള്ളത് ഗ്യാസാണ്. എന്താണ്? ഗ്യാസ്. ഇത് പിസ്റ്റണാണ്. ഈ റോഡ് കാണിച്ചിരിക്കുന്നത് പിസ്റ്റൺ. മേലെ നിന്ന് ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ ഉള്ളിലത്തെ പ്രഷർ കൂടുന്നു. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ കൂടുമ്പോൾ ഫോഴ്സ് കൂടും, ഫോഴ്സ് കൂടുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉള്ളിലത്തെ പ്രഷർ കൂടുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്ത്? മോളിക്യൂൾസ് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ആദ്യം പ്രഷർ ഇത്രയായിരുന്നപ്പോൾ അതൊരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരുന്നു അറ്റ് എ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഗ്യാസിൻ്റെ മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും, അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും
ഒരേ റേറ്റിലാണ്. അവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ആയി. ഇപ്പോൾ പ്രഷർ കൂട്ടിയപ്പോൾ, പ്രഷർ കൂട്ടി പറഞ്ഞ ഫോഴ്സ് കൂട്ടിയിട്ട് പ്രഷർ കൂട്ടിയപ്പോൾ കൂടുതൽ സൊല്യൂബിൾ ആവാൻ തുടങ്ങി ഗ്യാസ് മോളിക്യൂൾസ് സൊല്യൂഷനിലേക്ക്. കാരണം എന്താണ്? പ്രഷർ കൂട്ടിയപ്പോൾ ഗ്യാസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ഓവർ ദ സൊല്യൂഷൻ ഇൻക്രീസ് ആവാൻ തുടങ്ങി. ഗ്യാസ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം കണ്ടോ, യൂണിറ്റ് വോളിയത്തിലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസ് കൂടി. അപ്പോൾ അത് സൊല്യൂഷനിലേക്ക് എൻട്രി ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും കൂടാൻ തുടങ്ങി. അപ്പോൾ അതായത് അതിൻ്റെ ഇക്വിലിബ്രിയം ചേഞ്ച് ആയിട്ട് ഒരു പുതിയ ഇക്വിലിബ്രിയം വന്നു. ആ പുതിയ ഇക്വിലിബ്രിയം വന്നപ്പോൾ സൊല്യൂബിലിറ്റി ചേഞ്ച് ആയി, സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് ആയി. അപ്പോൾ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അതൊരു പുതിയ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തി. മനസ്സിലായോ? അതായത് സൊല്യൂബിലിറ്റി കൂടി, പുതിയ ഇക്വിലിബ്രിയം എത്തുന്നത് വരെ സൊല്യൂബിലിറ്റി കൂടി, എന്നിട്ട് ആ ഇക്വിലിബ്രിയം കഴിഞ്ഞപ്പോഴോ അത് പിന്നെ നോർമലായിട്ട് എൻട്രി ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും ഒരേ, ഗ്യാസ് പാർട്ടിക്കിൾസ് എൻട്രി ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും ഒരേ മാനറിലായി. അപ്പോൾ ഇനി ഹെൻറി എന്താ പറയുന്നത് നോക്കാം. നമ്മൾ ഹെൻറീസ് ലോ പുതിയതായിട്ട് കേട്ടിട്ടുണ്ടാവും. ഹെൻറിയാണ് ഹെൻറീസ് ലോ കൊണ്ടുവന്നത്. ഹെൻറീസ് ലോയിൽ പറയുന്നത് പ്രഷറും സൊല്യൂബിലിറ്റിയും തമ്മിലൊരു ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഹെൻറീസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് പ്രസൻറ്റ് എബവ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഓർ സൊല്യൂഷൻ. ഇതാണല്ലോ ലിക്വിഡിന് മേലെയുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് ഇതിൻ്റെ സൊല്യൂബിലിറ്റി. ഇനി ഡാൾട്ടനും ഇതേപോലത്തെ ഒരു കണ്ടീഷൻ ഇൻഡിപെൻഡൻ്റ്ലി കൺക്ലൂഡ് ആയിട്ടുണ്ട്. അതായത് സൊല്യൂബിലിറ്റിയും പാർഷ്യൽ പ്രഷറിൻ്റെ ഒരു ഫങ്ഷനാണ് എന്ന്. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ ലിക്വിഡ് സൊല്യൂഷൻ. അപ്പോൾ ഇനി സൊല്യൂബിലിറ്റി നമ്മൾ പറയുന്നത് എങ്ങനെ കണക്കാക്കാം? നമുക്ക് സൊല്യൂബിലിറ്റി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് കണക്കാക്കുന്ന ഒരു മെഷറാണ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഗ്യാസ് ഇൻ എ സൊല്യൂഷൻ ആസ് എ മെഷർ ഓഫ് ഇറ്റ്സ് സൊല്യൂബിലിറ്റി. മോൾ ഫ്രാക്ഷനാണ് സൊല്യൂബിലിറ്റിയുടെ മെഷറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സൊല്യൂബിലിറ്റി പാർഷ്യൽ പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് സൊല്യൂബിലിറ്റിക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് പറയാം? മോൾ ഫ്രാക്ഷൻ ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് പ്രസൻറ്റ് എബവ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് ഓർ എ സൊല്യൂഷൻ. മനസ്സിലായോ? അപ്പോൾ അത് പറയുന്ന ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെൻറീസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ. വേപ്പർ പ്രഷറിലുള്ള ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ സൊല്യൂഷനിലുള്ള ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ആ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് ഹെൻറി ലോ കോൺസ്റ്റൻറ്റ്. എന്താണ്? ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഈ ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഈ പ്രൊപ്പോർഷണാലിറ്റി വെച്ചിട്ട് വരച്ച ഒരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ വൈ ആക്സിസിലും മോൾ ഫ്രാക്ഷൻ എക്സ് ആക്സിസിലും വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സ്ട്രെയിറ്റ് ലൈനിന് ഒരു സ്ലോപ്പ് വരയ്ക്കുകയാണ് വിചാരിക്കുക. മാത്സിലൊക്കെ നമ്മൾ സ്ലോപ്പ് വരയ്ക്കാൻ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ് സ്ലോപ്പ് വരയ്ക്കുക? വൈ ബൈ എക്സ് ആണ് സ്ലോപ്പ് എന്ന് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും സ്ലോപ്പ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ബൈ മോൾ ഫ്രാക്ഷൻ ആണ്, വൈ ബൈ എക്സ് ആണ് സ്ലോപ്പ്. അത് കാരണം എന്താണ്? ടാൻജൻ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ പി ബൈ എക്സ് ഇസ് ഈക്വൽ ടു കെ എച്ച് എന്ന് നമുക്ക് ഇതിൽ നിന്നും കിട്ടും. അപ്പോൾ കെ എച്ച് ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് മനസ്സിലായല്ലോ. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കെ എച്ച് കൂടുമ്പോൾ എന്ത് കുറയുന്നു? എക്സ് കുറയുന്നു, അതായത് മോൾ ഫ്രാക്ഷൻ കുറയുന്നു, സൊല്യൂബിലിറ്റി കുറയുന്നു. മോൾ ഫ്രാക്ഷൻ സൊല്യൂബിലിറ്റിയുടെ ഒരു മെഷറാണല്ലോ. അപ്പോൾ സൊല്യൂബിലിറ്റി കുറയുന്നു. കെ എച്ച് കൂടുമ്പോൾ എക്സ് കുറയുന്നു, മോൾ ഫ്രാക്ഷൻ കുറയുന്നു, അതായത് സൊല്യൂബിലിറ്റി കുറയുന്നു. ഇനി താഴെ ഒരു ടേബിൾ ഉണ്ട്, അതിലെന്താ പറയുന്നതെന്ന് നോക്കാം. അതായത് കെ എച്ച് വാല്യൂസ് ഫോർ N2O2 ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. N2ൻ്റെയും O2ൻ്റെയും
നൈട്രജൻ്റെ ഓക്സിജൻ്റെയും KH വാല്യൂ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൊല്യൂബിലിറ്റി ഓഫ് ദ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഓഫ് ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ടേബിളിൽ എല്ലാം ഡിഫറെൻറ്റ് ഗ്യാസസ് ആണ്. ഒരേ ഗ്യാസ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ കൊടുത്തിരിക്കുന്നത് നൈട്രജനോ ഓക്സിജനാണ്. ആദ്യം 293 കെൽവിനിലാണ്, പിന്നെ 303 കെൽവിനിൽ അല്ലേ. ഓക്സിജൻ്റെ അതുപോലെ തന്നെ 293 കെൽവിൻ കൊടുത്തപ്പോൾ 76.48 ആണ് KH, 303 കെൽവിൻ കൊടുത്തപ്പോൾ 88.84 ആണ്. അതായത് ഇൻക്രീസ് ആയി അല്ലേ, KH ഇൻക്രീസ് ആയി ടെമ്പറേച്ചർ കൂടുമ്പോൾ. ഇവിടെ ഓക്സിജനിലും ടെമ്പറേച്ചർ കൂടുമ്പോൾ KH ഇൻക്രീസ് ആവുന്നുണ്ട്. അതായത് KH കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, KH കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുന്നു എന്ന് നമ്മൾ അപ്ലൈ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കുറയുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് അക്വാട്ടിക് സ്പീഷീസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ രാദർ ദാൻ വാം വാട്ടേഴ്സ്. അതായത് ചൂടുള്ള വെള്ളത്തിനെക്കാട്ടിലും തണുത്ത വെള്ളത്തിലായിരിക്കും അക്വാട്ടിക് സ്പീഷീസിന് കംഫർട്ടബിൾ. കാരണം എന്താണ്, ഗ്യാസസ് ഡിസോൾവ് ചെയ്യുന്നത് കൂടുതലും കോൾഡ് വാട്ടറിലാണ്. ഇനി ഒരു കണക്ക് ചെയ്യാം. ഈ കണക്കിൽ ഇഫ് നൈട്രജൻ ഗ്യാസ് ഈസ് ബബിൾഡ് ത്രൂ വാട്ടർ അറ്റ് 293 കെൽവിൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ടെമ്പറേച്ചർ 293 കെൽവിനാണ് നൈട്രജൻ ഗ്യാസിൻ്റെയാണ് പറയുന്നത്. ഹൗ മെനി മില്ലിമോൾസ് ഓഫ് നൈട്രജൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വുഡ് ഡിസോൾവ് ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം ആണ് വാട്ടറിൻ്റെ മാസ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞു വെച്ചാലോ 1000 ഗ്രാം ആണ്. ഇനി നൈട്രജൻ എക്സെർട്സ് എ പാർഷ്യൽ പ്രഷർ ഓഫ് 0.987 ബാർ. അപ്പോൾ പാർഷ്യൽ പ്രഷർ നൈട്രജൻ്റെ 0.987 ബാർ ആണ്. ഇനി ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റും കൊടുത്തിട്ടുണ്ട്. ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് ഫോർ നൈട്രജൻ 76.48 കിലോ ബാർ ആണ് അല്ലേ. അപ്പോൾ കിലോ എന്നുള്ളത് ഇൻറ്റു 1000 ചെയ്തിട്ട് നമ്മൾ ബാർ ആക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹെൻറീസ് ലോ ഉപയോഗിച്ചിട്ട് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്, നമുക്കറിയാം P/X ആണ് KH എന്ന്. അപ്പോൾ നമുക്ക് P/KH ചെയ്ത് X കിട്ടും. X എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. അപ്പോൾ മേലത്തെ പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്, അതുപോലെ ഹെൻറീസ് കോൺസ്റ്റൻറ്റും തന്നിട്ടുണ്ട്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ കിട്ടി. ഈ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ നിന്ന് നൈട്രജൻ്റെ മോള് കണ്ടുപിടിക്കണം. അപ്പോൾ നൈട്രജൻ്റെ മോള് ബൈ നൈട്രജൻ്റെ മോള് പ്ലസ് 55.5 മോൾ അല്ലേ. ഇതെന്തിൻ്റെയാണ്, വെള്ളത്തിൻ്റെ മോളാണ്. അതെങ്ങനെ കിട്ടി, 1000 ഗ്രാം ആണല്ലോ വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 1000 ഗ്രാം നിന്ന് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് ചെയ്താൽ മതി. അതായത് 1000 ഗ്രാം ബൈ 18 ഗ്രാം ചെയ്താൽ 55.5 മോൾ കിട്ടും. ഇത് കാണാതെ ഒന്ന് പഠിക്കുക. 1 ലിറ്റർ ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് 55.5 മോൾ ഓഫ് ഇറ്റ്. അപ്പോൾ ഈ N മോൾ എന്ന് പറയുന്നത് 55.5-നെക്കാട്ടിലും വളരെ നെഗ്ലിജിബിൾ ആയതുകൊണ്ട് അതിനെ നെഗ്ലക്റ്റ് ചെയ്തു. അതിനെ നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ ന്യൂമറേറ്ററിൽ മാത്രമേ നൈട്രജൻ്റെ മോള് വന്നുള്ളൂ. അങ്ങനെ നൈട്രജൻ്റെ മോള് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, മോൾ ഫ്രാക്ഷൻ നമ്മൾ അപ്ലൈ കണ്ടുപിടിച്ചല്ലോ, അതിനോട് ഈ 55.5 ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് നൈട്രജൻ്റെ മോള് കിട്ടി. ആ നൈട്രജൻ്റെ മോള് കിട്ടിയപ്പോൾ മില്ലി മോളാണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ മോളാണ്, മോളിനെ മില്ലി മോളാക്കാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 1000 ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 0.716 മില്ലി മോൾ എന്ന് കിട്ടും. ഇത് ഇത്തിരി ഇങ്ങനെ നോക്കൊന്നും വേണ്ട, ഇത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻറ്റു 1000 ചെയ്താൽ മതി എന്ന് വിചാരിച്ച്. ഇനി എക്സാമ്പിൾസ് ആണ് കേട്ടോ. എക്സാമ്പിൾസ് എങ്ങനെ, സൊല്യൂബിലിറ്റി ഇൻഡസ്ട്രിയിലും ബയോളജിക്കൽ ഫിനോമിനയിലും ഒക്കെ സൊല്യൂബിലിറ്റിയുടെ എക്സാമ്പിൾസ് ഹെൻറീസ് ലോൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് നിങ്ങളൊക്കെ സോഡ വാട്ടറും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കുടിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ്, സ്പിരിറ്റ് ഉണ്ട്, മിറാൻഡ ഉണ്ട്, അതുപോലെ 7up, അങ്ങനെ കുറേ അതുപോലെ സോഡ കിട്ടും നമുക്ക്, ജീരക സോഡ, നാരങ്ങ സോഡ അങ്ങനെ. അപ്പോൾ ആ സോഫ്റ്റ് ഡ്രിങ്ക്സും സോഡ വാട്ടറും ഒക്കെ ഹൈ പ്രഷറിലാണ് നമ്മൾ വെക്കുക. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സൊല്യൂബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. To increase the solubility of carbon dioxide in soft drinks and soda water, the bottle is sealed under high pressure. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. സ്ക്യൂബ ഡൈവേഴ്സ്. നിങ്ങൾ ഓഷനിലൊക്കെ ജോഗ്രഫിക് ചാനലും അനിമൽ പ്ലാനറ്റിലൊക്കെ നോക്കുമ്പോൾ
ഈ ഓഷ്യനിൽ ആൾക്കാർ പോകുന്നത്, അതായത് അണ്ടർ വാട്ടറിലുള്ള ജീവികളെയൊക്കെ കണ്ടുപിടിക്കാനും സഞ്ചരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ പോകുന്നത് കാണാം. അവരെ സ്ക്യൂബ ഡൈവേഴ്സ് എന്നാണ് പറയുക. അവരുടെ ബാക്കിൽ ഒരു അപ്പാരറ്റസ് കണ്ടിട്ടുണ്ടാവും, അത് ശ്വസിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഈ ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള എയർ കൊണ്ടുപോകുന്നുണ്ട്. അതെപ്പോഴും ഹീലിയവുമായിട്ട് ചേർത്തിട്ടാണ് വയ്ക്കുക. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. സ്ക്യൂബ ഡൈവേഴ്സ് നമുക്കറിയാം, ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടും. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ലോവർ ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഡെപ്ത് കൂടുമ്പോൾ പ്രഷർ കൂടും, ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷർ കുറയും. അപ്പോൾ ഡെപ്ത് കൂടുമ്പോൾ പ്രഷർ കൂടുമ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് ഡിസോൾവ്ഡ് ഗ്യാസസ് must cope with high concentration of dissolved gases while breathing air at high pressure underwater. അണ്ടർവാട്ടറിൽ ബ്രീതിങ് എയറിൽ ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഈ ഇൻക്രീസ്ഡ് പ്രഷർ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ബ്ലഡിൽ സൊല്യൂബിൾ ആവുന്നത് ഇൻക്രീസ് ആവും. പക്ഷേ ഡെപ്ത് നിന്ന് മേലോട്ട് വരുംതോറും പ്രഷർ കുറയും. അങ്ങനെ പ്രഷർ കുറയുമ്പോൾ ഡിസോൾവ്ഡ് ഗ്യാസസ് ഡിസപ്പിയർ ആവും. എന്താവും? അണ്ടർ വാട്ടറിന് മേലേക്ക് വരുമ്പോൾ, ഡെപ്തിൽ നിന്ന് മേലേക്ക് വരുമ്പോൾ, സർഫസിലേക്ക് വരുമ്പോൾ പ്രഷർ കുറയുന്നത് കാരണം ഡിസോൾവ്ഡ് ഗ്യാസസ് റിലീസാവും. ഈ ഡിസപ്പിയർ അല്ല കേട്ടോ, റിലീസാവും. ഇത് നൈട്രജൻ്റെ ബബിൾസ് ബ്ലഡിൽ ഉണ്ടാവാൻ കാരണമാവും. ഇങ്ങനെ ബ്ലഡിൽ ഉണ്ടാവുമ്പോൾ, നൈട്രജൻ്റെ ബബിൾസ് ഉണ്ടാവുമ്പോൾ അത് കാപ്പിലറീസിനെ ബ്ലോക്ക് ചെയ്യും. ഈ കണ്ടീഷനെയാണ് നമ്മൾ, ഈ മെഡിക്കൽ കണ്ടീഷനെയാണ് ബെൻഡ് എന്ന് പറയുന്നത്. ഈ ബെൻഡ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളും ഡേഞ്ചറസുമാണ് ലൈഫിന്, ഒരു ലിവിങ് ബീയിൻ്റെ. ഇനി ഈ ബെൻഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ്റെ ടോക്സിക് എഫക്ട്സ് ബ്ലഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടാങ്ക്സിൽ, സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ ടാങ്ക്സിൽ എയർ ഡൈല്യൂട്ട് ചെയ്തിട്ട് വിത്ത് ഹീലിയവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എയറിനെ ഫില്ല് ചെയ്യുക. ഇനി ആൾട്ടിറ്റ്യൂഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പ്രഷർ കുറയുമെന്ന് പറഞ്ഞു. ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്തോറും മൗണ്ടെയിൻ ക്ലൈംബേഴ്സൊക്കെ അനുഭവിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. മൗണ്ടെയിൻസിലൊക്കെ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്തോറും ഓക്സിജൻ കുറയും, പ്രഷർ കുറയും. അപ്പോൾ ഓക്സിജൻ ഗ്രൗണ്ട് ലെവലിനെക്കാട്ടിലും ലെസ് ആയിരിക്കും. അപ്പോൾ ഇത് കാരണം ബ്ലഡിലും ടിഷ്യൂസിലൊക്കെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ ലോ ആയിരിക്കും. ഇത് കാരണം മൗണ്ടെയിൻ ക്ലൈംബേഴ്സിനൊക്കെ ബോഡി വീക്ക് ആവുകയും തിങ്ക് ചെയ്യാൻ കൂടെ അണേബിൾ ആവുകയും ചെയ്യും. ഈ കണ്ടീഷനാണ് അനോക്സിയ എന്ന് പറയുന്നത്. എന്താണ് അനോക്സിയ? ഇനി എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറയാം. സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്. ലിക്വിഡ്സിലുള്ള ഗ്യാസിൻ്റെ സൊല്യൂബിലിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറയുന്നു എന്നല്ലേ പറഞ്ഞത് അപ്ലൈ ഹെൻറിസ് ലോ കേച്ചൻ ഒക്കെ കണ്ടുപിടിച്ചപ്പോൾ. അപ്പോൾ വെൻ ഡിസോൾവ്ഡ് the gas molecules are present in liquid phase and the process of dissolution can be considered similar to condensation. അപ്പോൾ ഡിസോൾവ് ആകുമ്പോൾ ലിക്വിഡ് ഫേസിലുള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഡിസൊല്യൂഷനെ കണ്ടൻസേഷന് സിമിലർ ആയിട്ട് നമുക്ക് പറയാം. എങ്ങനെ കണ്ടൻസേഷൻ? വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്തിട്ടല്ലേ വെള്ളം ഉണ്ടാകുന്നത്, തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കണ്ടൻസേഷനിലും ഡിസൊല്യൂഷനിലൊക്കെ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയാണ് ചെയ്യുക, റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നതിന് ഈ കണ്ടീഷനാണ് എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൊല്യൂഷൻ ഇൻവോൾവ്സ് എ ഡൈനാമിക് എക്വിലിബ്രിയം ദാറ്റ് ഫോളോസ് എ ലെ-ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ ആൻഡ് ഡിസൊല്യൂഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്സ്. അതായത് the solubility should decrease with the increase of temperature. Solubility decrease ചെയ്യും with increase of temperature. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൊല്യൂബിലിറ്റിയെ കുറിച്ചാണ് പഠിച്ചത്. സൊല്യൂഷനിലുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ്സ് ആൻഡ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ സൊല്യൂബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് തന്നെയാണ്. പിന്നെ ഒന്ന് ടെമ്പറേച്ചറും പ്രഷറും. പിന്നെ നമ്മൾ പുതിയതായിട്ട് പഠിച്ചത് ഹെൻറിസ് ലോ കോൺസ്റ്റൻറ്റിനെ കുറിച്ചും ഹെൻറിസ് ലോയെ കുറിച്ചുമാണ് പഠിച്ചത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെന്താ പറയണ്ടേ, എം എന്നൊക്കെ കാണിച്ച് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പാസ്കൽ എന്ന് പറയുന്നത് പ്രഷർ, എം എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ആയിരിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. STPയിലുള്ള ഗ്യാസും പ്രഷറും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, +1 STPയിൽ എന്തൊക്കെയാണ് പ്രഷർ, ഏതാണ് ടെമ്പറേച്ചർ, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കണക്കുകൾ ചെയ്യേണ്ടത്. ചെയ്ത് നോക്കുക, കിട്ടുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അടുത്ത ക്ലാസ്സിൽ പറയാം. ശരി, താങ്ക് യു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.